ഡേ യാ എങ്ങനെയുണ്ട് പുതിയ S26? എടാ സാധനം കുഴപ്പമില്ല. ശരി എടാ അതിനകത്ത് എന്തൊക്കെയാ വലിയ ഇമ്പ്രൂവ്മെന്റ്. എനിക്ക് തോന്നുന്നു ബാറ്ററി 5000-6000 ആയല്ലേ. എടാ ഇല്ല 300 mAh കൂടിയുള്ളൂ. ഓ ഇപ്പോഴും എക്സ്പ്രസ് തന്നെ. എടാ സെയിം ചിപ്പ് സെറ്റ് അല്ല, പക്ഷേ കുഴപ്പമില്ല, നല്ലയാ. ഓ അപ്പോൾ എടാ ക്യാമറ ഫുള്ള് മാറിയില്ലേ? ക്യാമറ ഇച്ചിരി സീനായിക്കൊണ്ട്. എടാ അല്ല സെയിം സെറ്റപ്പാ. എടാ പിന്നെ നീ മറ്റേ പുതിയ ഫീച്ചർ ഉണ്ടായിരുന്നു, മറ്റേ സൈഡിൽ നിന്ന് നോക്കാൻ പറ്റാത്ത, അത് സാംസങ്ങിന് കീനോട്ടിലെല്ലാം വന്നു. എടാ അത് ഇതിനില്ല. എടാ അപ്പോൾ ഇതിനകത്ത് എന്ത് വലിയ ഇമ്പ്രൂവ്മെൻറ്റ്? ഇമാര് വില കൂട്ടിയല്ലോ, 82,000 അടുപ്പിച്ചാക്കിയില്ലേ? എടാ അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ. റിവ്യൂ ഉണ്ടോ? ഹേ ഗായ്സ്, ഡിയർ സാംസങ്, നിങ്ങൾ S26 പണിഞ്ഞു വെച്ചിട്ടുണ്ട്, സാധനം കയ്യിലുണ്ട്, കിട്ടി, ഉപയോഗിക്കുന്നു കുറച്ച് നാളായിട്ട്. ഞാൻ പെട്ടെന്ന് ഒരു അൺബോക്സിങ്ങോ ഇംപ്രഷൻസ് വീഡിയോ ഒന്നും ഫോൺ അപ്പം തന്നെ കിട്ടിയെങ്കിലും മനഃപൂർവ്വം ചെയ്യാത്ത. ഐ വോണ്ട് എന്താ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് സാധനം എങ്ങനെയെന്ന് പറയണം. എന്നടാ പണി വെച്ചിരിക്കുക. എനിക്ക് ഇങ്ങനെ പറയാനുള്ളൂ ഈ ഫോണിനെ കുറിച്ച്. ഈ ഫോൺ ഇൻറ്റൻഡ് ചെയ്തേക്കുന്ന ഒരു സ്പെസിഫിക് ചെറിയ ഡെമോഗ്രഫി ഓഫ് യൂസേഴ്സാണ്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതുപോലത്തെ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അവർക്ക് വേണ്ട ഒരു അപ്ഗ്രേഡും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. സത്യസന്ധമായി പറയാം ഗൈസ്, ഞാൻ സത്യസന്ധമായ തൊട്ടടുത്ത് തന്നെ പറയാൻ പോവാ. നിങ്ങൾ ഈ ഫോൺ ഇപ്പോൾ മേടിക്കണമെന്ന് എൻ്റെ അടുത്ത് വെച്ചാൽ 82,000 രൂപയ്ക്ക് മേടിക്കണമെന്ന് വെച്ചാൽ നിൻ്റെയൊക്കെ തലയെ കൂടെ ട്രെയിൻ ഓടുന്നത് ഞാൻ പറയും. കാരണം ലിറ്ററലി സെയിം. നമുക്കൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്യാം. S25 നിന്ന് S26 പോയപ്പോൾ ആകെ ഈ ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് വേണ്ട ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ആകെ എനിക്ക് ഒറ്റ ഇമ്പ്രൂവ്മെൻറ്റേ തോന്നിയുള്ളൂ. അത് 300 mAh ബാറ്ററി കൂട്ടി. ക്യാമറ ഓൾമോസ്റ്റ് സെയിം സിമിലർ, അതാണ് സത്യം. ഡിസ്പ്ലേ സെയിം സിമിലർ. ഇതിനകത്ത് മറ്റേ S26 അൾട്രയുടെ പ്രൈവസി ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പിച്ചായേനെ, പക്ഷെ അതുപോലെ ഇവന്മാരിത് കൊടുത്തിട്ടില്ല. സെയിം സ്പീക്കേഴ്സ് എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത്. വൈബ്രേഷൻ മോട്ടർ സെയിം ആയിട്ടാണ് തോന്നിയത്. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ S25 ഇതിനൊക്കെ ഏറെക്കുറെ ഒരേപോലെ തന്നെയായിരിക്കും കിട്ടണം. ഇതിനൊരു വർഷം കൂടെ കൂടുതൽ കിട്ടും. പിന്നെ അതിനുപരി ഞാൻ ഇത് എന്തിനു റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ 300 mAh ബാറ്ററിക്ക് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 നാനോമീറ്റർ പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. Exynos 2600 പ്രോസസ്സറൊക്കെ സത്യം പറഞ്ഞാൽ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ Antutu Geekbench ഒക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പറാണ്, രസമുള്ള പ്രോസസ്സറാണ്, നല്ല എൻജിനീയർഡ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എക്ലിപ്സിൻ്റെ 960 GPU ഒക്കെ ഇതിനകത്ത് കൊടുത്ത് ആരെ കോമ്പറ്റീഷൻ ഗെയിമിങ് കളിക്കാൻ പോകുന്നത് ഇതിനകത്ത്. ഐ ഡോണ്ട് നോ, ജെനുവിൻലി എനിക്കറിയത്തില്ല ആ ഒരു ഫിലോസഫി അവിടെ എന്തിനാണ് കൊടുത്തത്. അവർ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ പ്രോസസ്സറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷേ അതർ ദാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. തെർമൽസ് ഫോർ എക്സാമ്പിൾ, ഹീറ്റിംഗ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആയിട്ടൊന്നും തോന്നിയില്ല. എക്സിനോസിൻ്റെ പുതിയ പ്രോസസ്സർ ഹീറ്റിംഗ് ബെറ്റർ ആയിട്ടുണ്ടെങ്കിലും ഗെയിം കളിക്കുമ്പോഴും വീഡിയോസ് എടുക്കുമ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ ഹീറ്റിംഗ് വന്നിട്ട് അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടില്ല. ബാറ്ററിയിൽ 300 mAh പിന്നെ പുതിയ പവർ എഫിഷ്യൻ ചിപ്സെറ്റൊക്കെ ആണെന്ന് പറഞ്ഞാലും നോട്ടബിളി എനിക്കൊരു 25 മിനിറ്റ് പോലും കൂടുതൽ, അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ അടുപ്പിച്ച് കൂടുതൽ കിട്ടുമെങ്കിൽ കിട്ടി. ഓൾറെഡി S25 ബാറ്ററി അത്യാവശ്യം ശോകം എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച്. കാരണം ഇപ്പം കോമ്പാക്ട് ഫോണിനകത്ത് കൊടുക്കുന്ന ബാറ്ററി ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞു ഫോണിനകത്ത് തന്നെ ഓൾമോസ്റ്റ് എത്ര പറയണേ 5000-6000 mAh കൊടുക്കുന്ന കമ്പനിയാണ്. ഇച്ചിരിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി ഉപയോഗിക്കാറ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കയ്യിലൊക്കെ സോളിഡ് ഫീലാണ്. വിക്ടസ് ഗ്ലാസ് 2 അലൂമിനിയം ഫ്രെയിം 2.0 അങ്ങനത്തെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെയാണ്. IP68 ഉണ്ട്. LTPOയുടെ ടോപ്പ് നോച്ച്, ലോകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഡിസ്പ്ലേ ഒന്നും രക്ഷയില്ല കേട്ടോ. പക്ഷേ അഗെയിൻ കഴിഞ്ഞ ഡിസ്പ്ലേയും ഈ ഡിസ്പ്ലേയും കൂടെ സൈഡ് ബൈ സൈഡ് വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ വ്യത്യാസം അറിയാമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. സ്പീക്കർ നല്ലതാണ്, XP സിനിമയൊക്കെ കാണാനൊക്കെ അടിപൊളിയായി. എന്നാലും ഇമ്പ്രൂവ്മെൻറ്റ് ആസ് സച്ച് ഒരു റിവ്യൂവർക്ക് എപ്പോഴും ഞാൻ കഴിഞ്ഞ ജനറേഷനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്, എനിക്ക് ഇത്രയും വില കൂട്ടിയിട്ട് ലിറ്ററലി ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പിന് ഗുണമുള്ളൊരു ഫീച്ചർ അവന്മാർ കൂട്ടി പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ക്യാമറാസിനകത്ത് കുറിച്ച് പറയാനുള്ളൂ, ലെൻസ് കോട്ടിങ്ങോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ മാറിയിട്ടുള്ളൂ, അല്ലാതെ ലെൻസസ് ഇപ്പോഴും സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം ഒപ്റ്റിക്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. പ്രോസസ്സിങ്ങിനകത്ത് ഇച്ചിരി അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവരെവിടെ അതിനകത്ത് ആവശ്യമുള്ള രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. UFS 4.0 ആണ് സ്റ്റോറേജ്. 80,000 രൂപ കൊടുത്തിട്ടും എനിക്കറിയത്തില്ല, അതൊന്നും ആരും ചോദിക്കുന്നില്ല. യു ഗൈസ് നിങ്ങൾ ചോദിക്കണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയായിരുന്നു സാംസങ്. അവർ S25 നിന്ന് S26 പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നോ ബ്രോ, നോ. ആ പൈസ നിങ്ങൾ സേവ് ചെയ്യും. സത്യസന്ധമായി പറയാണല്ലോ,
ഈ റിവ്യൂവിനകത്ത് ഇതിനകത്ത് ലോകത്തുള്ള ഏറ്റവും കിടിലം പ്രോസസ്സർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് എപ്പോഴും ഉപയോഗിക്കുന്ന കുഞ്ഞു ഫോണിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഡെയിലി ലൈഫിന് നിങ്ങൾക്ക് ഭയങ്കര പോക്കറ്റബിൾ ആയിട്ട് ഭയങ്കര നല്ല ബാറ്ററി ലൈഫ് ഒക്കെ കിട്ടുന്ന, എന്നാൽ ഫോണിനെ കുറിച്ച് ഒരുപാട് ബോധമടിയാതെ ഒരുപാട് ചിന്തിച്ച് കുളമാക്കാതെ ഒരു കയ്യിലൊതുങ്ങുന്ന ഒരു കുഞ്ഞു ഫോൺ. പോക്കറ്റബിലിറ്റി, യൂസബിലിറ്റി കാര്യങ്ങളൊക്കെ ടോപ്പാണ്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ സാംസങ് ആണ്. UI കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. സാംസങ് അവരുടെ UI നെയിൽഡ് ഇറ്റ്. ഒരുപാട് AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടെക് സപ്പോർട്ട് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, എനിക്ക് എടുത്ത് പിന്നെ പറയാനുള്ള തെർമൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും തോന്നിയില്ല എനിക്ക് അതൊക്കെയാണ് അവരൊക്കെയാണ് ഈ സാംസങ് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് തോന്നിയത്. പക്ഷേ അവരവിടെ വർക്ക് ചെയ്തിട്ടില്ല. അവരെല്ലാ കമ്പനികളും ചെയ്യുന്നതിന് കണക്ക് പുതിയ പ്രോസസ്സർ എടുത്തിട്ട് പേരിനെ രണ്ടുമൂന്ന് പിച്ച് ചെയ്യാൻ വേണ്ടി, വിൽക്കാൻ വേണ്ടി, സെയിൽസിന് വേണ്ടി രണ്ടുമൂന്ന് പുതിയ വാക്കുകളും പുതിയ ഫീച്ചേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ സാധനം പുറത്തിറക്കിയിട്ട് ഒരു 10,000 രൂപ കൂട്ടി. ഇതല്ലായിരുന്നു സാംസങ്ങിൻ്റെ നോട്ട് സീരീസൊക്കെ എന്തൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്സ് ആയിരുന്നു. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ എനിക്ക് ഒന്നും പറയില്ല. പിന്നെ ടെക്നിക്കൽ റിവ്യൂ, ഇമോഷണലായി പോയത് ക്ഷമിക്കുക. ടെക്നിക്കൽ റിവ്യൂവിലേക്ക് ബാക്കി കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും വേറൊരു കാര്യം, ബട്ടൺസ് ആർ ക്ലിക്കി. സാംസങ്ങിൻ്റെ കണക്ക് ദേ ആർ ഓൾവേസ് ക്ലിക്കി. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്കൊരു കാര്യം എടുത്ത് പറയേണ്ട, വൈബ്രേഷൻ മോട്ടർ ഇച്ചിരും കൂടെ ഈ വട്ടത്തെ പുതിയ ആൻഡ്രോയിഡ് 16 OSനകത്ത് One UI ഇറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ എന്താ പറയുക, ആ ഒരു ഫീല് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സോഫ്റ്റ്വെയറിൽ എനിക്ക് റിലയബിലിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല, ഒരു ബഗ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. സ്മൂത്തായിട്ട് ഒഴുകിപ്പോക്കോളും. അങ്ങനൊന്നും ഒരു സീനും ഇല്ലാത്ത സീനാണ്. പിന്നെ സാംസങ്ങിൻ്റെതായ സപ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഗാലക്സി വാച്ച് അൾട്ര എൻ്റെ വരുമ്പോൾ അത് ഇതുമായിട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, നോട്ട് S25 അൾട്രയെക്കാട്ടി ഇച്ചിരി കൂടെ ഒക്കെ പെട്ടെന്ന് കണക്റ്റ് ആവുന്നു, ഇച്ചിരി കൂടെ ഒക്കെ പെട്ടെന്ന് റീഡ് റൈറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ആപ്പിളിൻ്റെ U1 ചിപ്പല്ലോ അൾട്ര, അതുപോലെ എന്തെങ്കിലുമൊക്കെ സാംസങ്ങിന് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ആ ഒരു കണക്ഷൻ എനിക്ക് പെട്ടെന്ന് തോന്നി. ഇപ്പം തുറക്കുമ്പോൾ തന്നെ പെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു. ദാറ്റ് ഈസ് സംതിങ് റിയലി 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 ഗുഡ്. പിന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് ഈ പ്രൈസിങ്. എന്തിനാണ് ഇവർ വില കൂട്ടി? ഒന്നാമത്തെ കാര്യം എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ പ്രൈസിങ് ഇന്ത്യയിൽ വർക്കൗട്ട് ആവുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബേസ് സ്റ്റോറേജ് 128 256 ആക്കി, അതുകൊണ്ടൊരു 10,000 രൂപ കൂടെ കൂട്ടി. ഞങ്ങൾക്ക് എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് സ്ലോട്ട് വന്നിരുന്നെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു. പിന്നെ 5G കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിഷയമില്ല. സാംസങ് ആണ്, നിങ്ങൾക്കറിയാം, ടോപ്പ് ക്വാളിറ്റി സാധനമാണ്. എനിക്ക് ഇത്രയൊക്കെ ഈ റിവ്യൂവിന് പറയുന്നുണ്ട്. എനിക്ക് വലിച്ച് നീട്ടിയൊന്നും പറയില്ല. ഫോൺ ഫണ്ടമെൻ്റലി അടിപൊളി ഒരു ഫോണാണ്. ഫോൺ അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. ഡിസ്പ്ലേ ഒക്കെ ടോപ്പ് 2800 നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള സാംസങ്ങിൻ്റെ ഏറ്റവും നല്ല ഡിസ്പ്ലേകളിൽ ഒരു ഡിസ്പ്ലേ ആണ്. വൈബ്രേഷൻ മോട്ടർ കൊള്ളാം, സ്പീക്കേഴ്സ് കൊള്ളാം, ബാറ്ററി ലൈഫ് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഈ സ്റ്റാൻഡേർഡ്സ് വെച്ച് ഞാൻ ഹാപ്പിയല്ല. ബാറ്ററി ലൈഫിനകത്ത് തെർമൽസ് ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. IP68 കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ IP69 കാര്യങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം S25 ഉള്ളതല്ലേ എന്നാണ് എനിക്ക് ചോദ്യം. നിങ്ങൾ ജസ്റ്റ് എന്നാലും ഇതെല്ലാം S24 ഉള്ളതല്ലായിരുന്നോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഏറെക്കുറെ ക്യാമറ സിസ്റ്റം ഒക്കെ സെയിമാണ്. പിന്നെ എന്തിന് നിങ്ങൾ വില കൂട്ടി ഇതെടുക്കണോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാംസങ്ങിൻ്റെ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് വേണം എന്നൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇവർക്ക് ഈയോട്ട് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. സാംസങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് വേണം. ആ ഒരു ചെറിയ നീഷ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും, പോയി എടുത്തോ, പൈസ എടുത്താക്കി ധൈര്യമായിട്ട് പോയി എടുത്തോ. S25 റിഫൈൻമെൻറ്റ് അപ്ഗ്രേഡ് ആണ്. S24 നോക്കുമ്പോൾ അത്യാവശ്യം നല്ല അപ്ഡേറ്റ് ആണ്. പക്ഷേ ശരിക്കും വലിയ അപ്ഡേറ്റ് റെവല്യൂഷണറി ആയിട്ട് ഒന്നുമില്ല. 80,000 രൂപയ്ക്കുള്ള ഒന്നുമില്ല എന്നെനിക്ക് പറയാനുള്ള. നിങ്ങൾ വാല്യൂ ഫോർ മണി പെർസ്പെക്റ്റീവിലെ വാല്യൂ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഐക്യൂനകത്തോട്ടോ ഈ പ്രൈസിന് ആ ബ്രാൻഡൊക്കെ എന്തൊക്കെയാണ് തരണേന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സോ ഗൈസ്, ദിസ് ഇസ് മൈ റിവ്യൂ ഓഫ് ദി ഗാലക്സി S26. ഡിസപ്പോയിൻറ്റഡ്, സത്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. പിന്നെ ഒരു ചെറിയ നീഷ് ഓഫ് ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും, സാംസങ്ങിൻ്റെ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് വേണം എന്ന് വാശി പിടിക്കുന്നവരുടെ അടുത്ത് ധൈര്യമായിട്ട് പോയി എടുക്കാം. അത് നല്ലൊരു ആശയമാണ്. അത്രയൊക്കെ എനിക്ക് പറയുള്ളൂ. ഗൈസ്, സോ ഗൈസ്, ശ്രീ ഹിയർ, ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു.